ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാണ്ട് ഇവിടെ ഗവൺമെൻറ് സയൻസ് റാങ്ക് ലിസ്റ്റ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻസ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 29/8/2024 രാവിലെ 9 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് അതേ ദിവസം തന്നെ 9:30-ക്കാണ്. അതുപോലെ സയൻസ് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 29-ാം തീയതി 9:30-ക്കും ഇൻ്റർവ്യൂ 11:30-ക്കുമാണ്. കൊമേഴ്സ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 29/8 10 കൂടിക്കാഴ്ച അതേ ദിവസം തന്നെ 10:30-നാണ്. കൊമേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 29-ാം തീയതി 11:30-ക്കും കൂടിക്കാഴ്ച 29-ാം തീയതി 2 ഹ്യൂമാനിറ്റീസ് ഷുവർ ലിസ്റ്റിലുള്ളവർ രജിസ്ട്രേഷൻ 30/8 രാവിലെ 9 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 9:30-ക്കാണ്. ഹ്യൂമാനിറ്റീസ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് രജിസ്ട്രേഷൻ 30-ാം തീയതി 10 ഇൻ്റർവ്യൂ നടക്കുന്നത് 11:30-ക്കുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സമയത്തിന് അരമണിക്കൂർ മുമ്പേ തന്നെ നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ എത്തിച്ചേരുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റാണ്. ആദ്യം തന്നെ ഷുവർ ലിസ്റ്റിൽ ആണ് കിടക്കുന്നത്. ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം തന്നെ അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനലായിട്ട് നിങ്ങൾ പോവുക. അവർ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന കോളേജ് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന OC ഓപ്പൺ കാറ്റഗറി, അതായത് എല്ലാ വിഭാഗക്കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് OC എന്ന് പറയുന്നത്, ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ആബ്സെൻസിലായിരിക്കും ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുന്നത്. ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഓപ്പൺ കാറ്റഗറി, ആദ്യം കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. അതിനുശേഷം ആ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള കുട്ടി വന്നിട്ടില്ല എങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ട് ഓരോരോ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷൻ ഉള്ളവരിൽ അവർ കൺസിഡർ ചെയ്യും. ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും തീർച്ചയായിട്ടും പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. സെൽഫ് ഫിനാൻസിൻ്റെ വരുന്നതനുസരിച്ച് ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്